ഞങ്ങൾ നൽകുന്നു. കേരളത്തിൽ എവിടെയും ഞങ്ങൾ സർവീസ് നൽകുന്നു. കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും ഞങ്ങളുടെ വാഹനത്തിലും ഞങ്ങൾ ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നു. ഹലോ ഡ്രൈവേഴ്സ്, കോഴിക്കോട് എരഞ്ഞിപ്പാലം. പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. സർ, സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത്. അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി. എന്തൊരു ഏർപ്പാടാ! നിങ്ങൾ ആരോട് അതൊക്കെ പറയണത്? പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം, ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു, തോറ്റു, അതിനാണ് നിങ്ങൾക്ക് സങ്കടം. ഞാൻ CPI-ക്കാരോടും CPM-നോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ മത്സരിച്ചാ പോയത്? ഇല്ല 247 വോട്ടും 347 വോട്ടും ആദ്മിക്കാർ കൊടുത്താൽ പോരല്ലോ. പോരെ, എന്തിനാ അത് എന്തിനാ നിങ്ങൾ മത്സരിച്ചേ? Why should you contest the election? സർ, ഈ ആദ്മി പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നു, കോൺഗ്രസ് അധികാരത്തിൽ പോയി, ആരെ കൊണ്ട് പോയി? ആ ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു. അന്ന് നിങ്ങൾക്ക് സങ്കടമില്ലല്ലോ, അന്ന് നിങ്ങൾക്ക് കോൺഗ്രസ് തോറ്റാ മതി. BJP വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല. അല്ല, ഗോവയില് ആദ്മി മത്സരിച്ചു, കോൺഗ്രസ് തോറ്റു. BJP അന്നൊന്നും ഈ വിലാപം ഇവിടെ കേട്ടിട്ടില്ലല്ലോ, അന്ന് കേട്ടില്ലല്ലോ. ഗുജറാത്തില് ആദ്മി മത്സരിച്ചു, ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു, അവിടെ നിങ്ങൾക്ക് വികാരം ഉണ്ടായിട്ടില്ലല്ലോ. എവിടെങ്ങള് ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ട് പറയാ, ആ ആദ്മി പാർട്ടിയും BJP-യും ഒരു നാണയത്തിന് ഒരു ഇതാണ്, രണ്ടു കറക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞതിന് എങ്ങനെ താങ്ങുക? നിങ്ങൾ ചോദിക്കുക, കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളല്ലേ പറഞ്ഞത്? പിന്നെ ഞങ്ങൾ ഈ കോൺഗ്രസ് പിന്നെ പോണ്, കോൺഗ്രസ് വലിയ പാർട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കമ്പ്യൂട്ടർ CPI-ക്കാരോടില്ല, നിങ്ങൾ അവിടെ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, CPM-മാരോട്, ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് തൃണമൂല. ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോൾ നിങ്ങൾ തൃണമൂലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കൂടെ നിൽക്കുന്നത്? കോൺഗ്രസിന്റെ കൂടെ. തൃണമൂല് തോറ്റാ രാജ്യവന് BJP. പിന്നെന്താ ഈ പറയാം? ഇന്നത്തെ പറയാം. അതുകൊണ്ടില്ല, ഇങ്ങക്കൊക്കെ വൈകി വന്ന ബുദ്ധി ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ എവിടുക്കാ പോണത്? വിദേശ സർവകലാശാല. ആ വിജിൻ അവിടെ ഉണ്ടോ? എന്റെ ബഹുമാനായ സുഹൃത്ത്, യുവ സുഹൃത്ത് വിജിൻ, ആ വിദേശ സർവകലാശാല മറ്റേ നമ്മുടെ വിദേശ നേതൃത്വത്തിന് പോയിട്ട് മുഖത്തടിച്ചത്. എന്നിട്ട് നിങ്ങളിപ്പോ വിദേശ സർവകലാശാലക്ക് അതിന് ക്യാമ്പസ്, അതിന് സൗകര്യങ്ങൾ ഒക്കെ ചെയ്യാം. സ്വാശ്ര കോളേജ് ഇങ്ങക്കില്ല. ഒന്നാമത് ഇങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും കോൺഗ്രസ് വന്നാൽ, ആരെങ്കിലും ലീഗിൽ നിന്ന് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് നിങ്ങളെ പാർട്ടി എത്തിയത്. പണ്ട് നിങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരുത്തം വരണമെങ്കിൽ ബ്രാഞ്ച്, ലോക്കല്, ഏരിയ, ജില്ല കഴിഞ്ഞിട്ടുണ്ട്. പൊന്നാറ നിങ്ങളെ സെക്രട്ടേറിയറ്റ് അല്ലേ, കേന്ദ്ര കമ്മിറ്റി അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ട് എവിടെ പാർട്ടി? പണ്ട് നിങ്ങൾ ചിഹ്നം കൊടുക്കും. ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ പാർട്ടി ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഗോവിന്ദ ക്ലാസ് എടുക്കാണ്. ഞാനിങ്ങനെ അന്തപൂടാണ്. അത് കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഇങ്ങനെ നിൽക്കലുകള് ഉള്ളാട്ടിക്കാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്? ഇങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ മാർക്സിസത്തിന് എന്ത് പ്രസക്തി എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? അവിടെയും മാർക്സിസത്തിന് പ്രസക്തി ഉണ്ട്. എന്നിങ്ങനെ ആ ഉപയോഗിക്കുമ്പോൾ 60% ആളുകളുടെ ജോലി പോകും, അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും, കമ്പോളത്തിലെ ക്രിയാവിക്രയശേഷിയുടെ 60% കുറവുണ്ടാവും, മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും, ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും, അത് സോഷ്യലിസത്തേക്കുള്ള പാതയൊരുക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും, അത് മൗലിക മാറ്റത്തിന് കാരണമാകും. ഈ സാഹചര്യത്തിലാണ് മാർക്ക് സമ്പത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ 100-150 കൊല്ലം കഴിയുന്നു. ഞാൻ അത് കേട്ടത് കൈയടിച്ചല്ലേ. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞു? പിന്നെ മാർക്സിസത്തിന്റെ കാലഘട്ട ദോഷം ഉണ്ടാവില്ല, എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും. നല്ല മുന്നേ ശരിയാ, ഇങ്ങൊക്കെ ഉണ്ടാവുള്ളൂ, ഇങ്ങൊക്കെ എവിടെ അല്ലത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കണ്ട. പിന്നെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ്, ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി,
മറ്റൊരു ഞാൻ ചോദിക്കട്ടെ, അന്ന് നിങ്ങൾ പൊന്നാനി തെരഞ്ഞെടുപ്പപ്പോൾ സ്വന്തം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് 2 മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ല, നിങ്ങളാണ് തോൽക്കുമ്പോ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി SDP 18,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോ അപ്പൊ നിങ്ങളില്ല ബാർബർ ഷാപ്പിലെ കല്ല് പോലെ തേഞ്ഞ് പോണ പാർട്ടിയായിട്ട് CPM മാറിയിരിക്കണം. ഞാൻ മനസ്സിലാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.